ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഫ്രീവെൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ND ഫിൽറ്റേഴ്സാണ്. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെലിക്യാംസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സ്പെഷ്യലി എൻ്റെ കയ്യിലിരിക്കുന്നത് DJIയുടെ മിനി 4 Pro എന്ന് പറഞ്ഞ മോഡലിൻ്റെ ND ഫിൽറ്റേഴ്സാണ് ഇരിക്കുന്നത്. അത് പൊട്ടിച്ചിട്ടില്ല, പുതിയ പാക്കാണ്. നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും എന്നുള്ളത് അൺബോക്സ് ചെയ്ത് നോക്കാം. സംഭവം നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ആ ലെൻസ് തുറക്കാനായിട്ടുള്ള തുണിയും പിന്നെ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മാറ്റി വെക്കാം. അതിൽ തന്നെ കിട്ടാം, നമുക്ക് മാറ്റി വെച്ചേക്കാം. അതുപോലെ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബോക്സിലാണിത്. 6 പീസ് ഉണ്ട്. 6 പീസ് ഫിൽറ്ററാണ് ഉള്ളത്. എല്ലാം ND ഫിൽറ്റേഴ്സാണ്. തുറന്ന് കാണിച്ചു തരാം. ഇതിലുള്ളത് ഒന്ന് ND60 എന്ന് പറഞ്ഞുണ്ട്, പിന്നെ ND32, ND64, ND128, ND256, ND1000. ഇങ്ങനെ 6 ഫിൽറ്റേഴ്സാണ് വരുന്നത്. ഇത് ഓരോ നമ്മുടെ ആവശ്യകത അനുസരിച്ചിട്ടും ലൈറ്റിൻ്റെ തീവ്രത അനുസരിച്ചിട്ടും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആംബിയൻസ് ഏതാണോ അതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് ഈ ഓരോ ഫിൽറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ചുള്ള നല്ല ക്വാളിറ്റി വിഷ്വൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഹെലിക്യാമിന് ഉപയോഗിക്കുന്ന ഫിൽറ്റർ ആയതുകൊണ്ട് ഏരിയൽ ഫോട്ടോഗ്രാഫിയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകും. സൂര്യപ്രകാശം ഭയങ്കരമായിട്ട് നിൽക്കും. അപ്പോൾ ആകാശമൊക്കെ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുമായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഫിൽറ്റർ ഇടുകയാണെങ്കിൽ ആകാശത്തിൻ്റെ ലെയറും കടലിൻ്റെ വേവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ സാഹചര്യത്തിൽ ഈ ഫിൽറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭംഗിയായിട്ട് നമുക്ക് ലൈറ്റ് കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി എന്താണോ അത് നമുക്ക് നല്ല വ്യക്തമായിട്ടും ക്ലാരിറ്റിയിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന വർക്ക് ഔട്ട്പുട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അതാണ് മെയിനായിട്ട് നമുക്ക് ഈ ND ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണതിൻ്റെ ഗുണം.